ഹായ് ഓൾ, നമുക്കിന്ന് ഇ-കൊമേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇ-കൊമേഴ്സ് അതിൽ സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? ഇലക്ട്രോണിക് കോമേഴ്സ്. ഓക്കെ, ഇലക്ട്രോണിക് കോമേഴ്സ് എന്നാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇ-കൊമേഴ്സിൽ പറയാനുള്ളത്. ഓക്കെ, അതായത് ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രോഡക്ട്സ്, സർവീസസ് ത്രൂ ഇൻ്റർനെറ്റ്. അതാണ് എന്തെന്ന് പറയുന്നത്? ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ വെബ്സൈറ്റ് കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഡ്രസ്സ് ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിക്കോട്ടെ, എന്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇ-കൊമേഴ്സിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഇതിൽ ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ വേൾഡ് വൈഡ് വെബ്, അതുപോലെ EDI, ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്, ഇതൊക്കെ എങ്ങനെ ഈ ഒരു ഇ-കൊമേഴ്സിനെ ഹെൽപ്പ് ചെയ്തു, അതിനെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഹ്യൂമൻ ഹിസ്റ്ററി അതിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇന്നൊവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്? ഇൻ്റർനെറ്റിൻ്റെ ഒരു കണ്ടുപിടുത്തമാണ്. ഓക്കെ, അപ്പം നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടു കൂടി നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പം എന്താണ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഓക്കെ, അപ്പം അതിന് ഇൻ്റർനെറ്റ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഇൻ്റർനെറ്റിൻ്റെ കൂടെ എന്താണ് വേൾഡ് വൈഡ് വെബ്, WWW, ഈ വേൾഡ് വൈഡും പ്ലസ് നമ്മളുടെ ഇൻ്റർനെറ്റും കൂടെ വന്നപ്പോഴാണ് നമ്മളുടെ ഈ ഒരു ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൊമേഴ്സ്, അതായത് എന്താണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ് ഇൻ്റർനെറ്റ് വഴി പോസിബിൾ ആയത്. ഓക്കെ, ഇത് രണ്ടും കൂടെ വേൾഡ് വൈഡ് വെബും അതുപോലെ ഇൻ്റർനെറ്റും കൂടെ വന്നപ്പോഴാണ്. എന്താണ് ഈ WWW? നമ്മളിപ്പം കാണാറുണ്ട്, നമ്മൾ എന്ത് വെബ് അഡ്രസ്സ് കൊടുക്കുമ്പോഴും http://www.gmail.com. ഓക്കെ, എല്ലാത്തിൻ്റെ മുന്നേ ഈ WWW യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? ഇതിന് മൊത്തമായിട്ട് നമ്മൾ പൊതുവെ പറയും എന്താണ്? വെബ് എന്ന് പറയും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. എന്ത് സിസ്റ്റം? നമ്മളെ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ അതർ വെബ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ഇമേജസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, ഓഡിയോസ് ആയിക്കോട്ടെ, എന്തും. ഓക്കെ, അങ്ങനത്തെ വെബ് റിസോഴ്സസ്, ഡോക്യുമെൻറ്റ്സ്, വീഡിയോസ്, ഇമേജസ് എക്സെട്ര, അതൊക്കെ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം. അതിനെയാണ് നമ്മൾ ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്, ഈ റിസോഴ്സസിനെ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് യൂസിങ് ദി URL മീൻസ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റ്, അതായത് നമ്മളുടെ എന്താണ് വെബ് അഡ്രസ്സാണ്. ഓക്കെ, ഇപ്പം www.gmail.com എന്ന് പറയുന്നത് ഒരു വെബ് അഡ്രസ്സാണ്. അതായത് ആ ഒരു സൈറ്റിൽ, എവിടെയാണോ ആ ഒരു സൈറ്റ് ഇരിക്കുന്നത്, ഓക്കെ, അതിൽ നിന്ന് ആ റിസോഴ്സുകൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെ സെർച്ച് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, അതാണ് URL ചെയ്യുന്നത്. ഓക്കെ, അപ്പം WWW എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെബ് റിസോഴ്സുകളും സ്റ്റോർ ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ വെബ് എന്ന് പറയും. ഓക്കെ, അപ്പം ദി പവർ ഓഫ് ദി ഇൻ്റർനെറ്റ് ആസ് എ ഗ്ലോബൽ ആക്സസ് was felt with the introduction of what? World Wide Web. Global network could make it easy to have business relations with the customers across the world. Okay, now business have been conducting using the limitless capabilities of internet. E-commerce is spreading so fast beyond boundaries and is ഗ്രോയിങ് ഗ്ലോബൽ. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം നമ്മൾ അത് ടെലിവിഷനിൽ കൂടിയും അല്ലെങ്കിൽ നമ്മൾ റേഡിയോയിൽ കൂടിയൊക്കെ പോയി നമ്മൾ ടെലിവിഷനിൽ കൂടിയും റേഡിയോയിലൊക്കെ കൂടെ കേട്ട് ദെൻ ഒരു ഷോപ്പിൽ പോയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, ഇപ്പോൾ ചിലപ്പം ഫസ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്താണ് അത് അപ്പം നമ്മളവിടെ റീച്ച് ചെയ്തോളണമെന്നിരിക്കുക. ഓക്കെ, ആ ഒരു ഷോപ്പിൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഈ ഒരു ഇ-കൊമേഴ്സ് വന്നപ്പം ഒരു പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെന്താണ് അപ്പം തന്നെ നമുക്ക് എവിടെ ഇരുന്നിട്ടും
നമ്മളുടെ വീട്ടിലോ വർക്ക് ചെയ്യുന്ന പ്ലേസിലോ എവിടെയാണോ കാറിലോ എവിടെ ഇരുന്നിട്ടും നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്കത് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എന്താണ് പെട്ടെന്ന് ആ പ്രോഡക്റ്റിന് എന്താണ് റിക്വസ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സിലേക്ക് പെട്ടെന്ന് റീച്ച് എത്തും. ഓക്കെ, the innovative use of wonderful power of the internet has generated the right business initiatives all over the world. No doubt future will see the entire trading universe in the world in cyberspace. ഓക്കെ, അപ്പം എത്ര സ്പീഡിൽ നമ്മളുടെ ഒരു ഇൻഫോർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നു അത്രയും സ്പീഡിലായിരിക്കും എന്താണ് ഈ ഒരു അതായത് ബിസിനസ്സിൻ്റെ ഒരു സ്പീഡും എന്ന് പറയുന്നത്. Okay, the speed of information processing and distribution increase the speed of trade and commerce. Computers and networks are creating vast potentialities for electronic marketing in finding and interacting with customers, communication with the fellow firms and developing new products and market. Okay. അപ്പം ഇ-കൊമേഴ്സ് ഈസ് ഷോർട്ട് ഫോർ. ഓക്കെ, ഇ-കൊമേഴ്സിൻ്റെ ഷോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇ-കൊമേഴ്സിൻ്റെ ഷോർട്ട്. ഇറ്റ് ഹാസ് ബിക്കം സിനോണിമസ് വിത്ത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓവർ ദി ഇൻ്റർനെറ്റ്. ഓക്കെ, ഇ-കൊമേഴ്സ് includes all business transactions that use electronic communications and digital information processing technology. Okay. ഓക്കെ, അപ്പം ഇ ഡി ഐ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പം പറയാം. ഓക്കെ, നമുക്ക് ഇനി മീനിങ് ആൻഡ് കോൺസെപ്റ്റ്, ഇ-കൊമേഴ്സിൻ്റെ ഒരു മീനിങ് ആൻഡ് അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, ഇ-കൊമേഴ്സ് ഈസ് കൺസേൺ വിത്ത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഇൻഫർമേഷൻ, പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഓവർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിങ് ഇൻഫർമേഷൻ, പ്രോഡക്ട്സ്, സർവീസസ് എന്തും ആവാം, അത് എന്താണ്? ഓവർ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, ഇ-കൊമേഴ്സ് ഹെൽപ്സ് ടു കണ്ടക്ട് ട്രഡീഷണൽ കൊമേഴ്സ് ത്രൂ ന്യൂ വേ ഓഫ് transferring and processing information. Information is electronically transferred from computer to computer in an automatic manner. Okay, information is electronically transferred from computer to computer in an automatic manner. Okay, information ഒക്കെ ഇലക്ട്രോണിക്കലി ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫ്രം കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ അല്ലേ. ഇപ്പം നമ്മളൊരു ഇമെയിൽ സെൻഡ് ചെയ്യുന്നു. ഓക്കെ, അത് ഇലക്ട്രോണിക്കലി നമ്മൾ സെൻഡ് ചെയ്യുകയാണ് അല്ല. നമുക്ക് ആവശ്യം ഇപ്പം ഇന്ന് മീറ്റിംഗ് ഇത്ര മണിക്കൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ എന്താണ് നമ്മളുടെ ഓഫീസിലൊക്കെ ആകുമ്പോൾ നമ്മൾ മെയിൽ ചെയ്തിടും. ഓക്കെ, അതാണ് കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഇൻ ആൻ ഓട്ടോമാറ്റഡ് മാനർ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ. ഓക്കെ, ഇ-കൊമേഴ്സ് റെഫേഴ്സ് ടു പേപ്പർലെസ് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഇൻഫോർമേഷൻ. ഓക്കെ, പേപ്പർലെസ്. Okay, paperless exchange of business information using electronic data interchange, electronic mail, bulletin boards and other network based technologies. Okay, അപ്പോൾ അതാണ് പേപ്പർലെസ് എക്സ്ചേഞ്ച്. ഇപ്പം നമുക്കൊരു എന്താണ് ഒരു ഇൻവോയ്സ് ഒക്കെ എങ്ങനെയാണ് അതൊക്കെ പേപ്പർ വർക്ക് ആയിരുന്നു നമ്മളെ ട്രഡീഷണൽ വേയിൽ പറയുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോഴെങ്ങനെയാണ് നമ്മളൊരു ഇലക്ട്രോണിക് മെയിൽ അല്ലെങ്കിൽ ഫാക്സ് അല്ലെങ്കിൽ ബുള്ളറ്റിൻ ബോർഡ്സ് ഒക്കെ അത് നെറ്റ്വർക്ക് ബേസ്ഡ് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മളെ ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യുന്നു. ഓക്കെ, recently business firms started to do their business over the internet. The internet has given great momentum to e-commerce because it is cheap compared to other type of networks capturing of information. It is processing and distribution is inevitable to conduct trade and commerce irrespective of the type and nature of goods and services bought and sold. Okay, then the World Trade Organization WTO defines, ഇപ്പം നമ്മൾ ഇ-കൊമേഴ്സ് പറഞ്ഞു എന്താണ് ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രൊഡക്ട്സ് സർവീസസ് എക്സെട്ര ഓവർ ദി ഇൻ്റർനെറ്റ് എന്ന് നമ്മൾ പറഞ്ഞു.
ഓക്കെ, അപ്പം ഇനി വരുന്നത് ഓരോ ഇപ്പം WTO എന്ന ഓർഗനൈസേഷൻ, ട്രേഡ് ഓർഗനൈസേഷൻ, അതുപോലെ കുറേ എക്കണോമിസ്റ്റ് അവരൊക്കെ പറഞ്ഞിരിക്കുന്ന ഇ കൊമേഴ്സിനെ പറ്റിയിട്ടൊരു കുറേ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം WTO ഡിഫൈൻസ് ഇ കൊമേഴ്സ് എങ്ങനെയാണ് പറയുന്നത്? ആസ് എ കൊമേഴ്ഷ്യൽ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ്സ് productions, distributions, sales or delivery of goods and services through the electronic means. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് പ്രൊഡക്ഷൻസ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻസ്, പിന്നെ സെയിൽസ് ഓർ ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഇലക്ട്രോണിക് മീൻസ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ആൻഡ്രൂ ബി വിറ്റ്സൺ defines e-commerce as it provides the capability of buying and selling production and information on the internet and other online services. സെയിം സംഭവങ്ങൾ തന്നെയാണ്, ഓരോരുത്തർ അവരുടേതായ രീതിയിൽ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടോബൻ ജെലി ആൻഡ് ഡി കിങ് ആൻഡ് HM ചാങ് അവരെന്താ പറയുന്നത്? ഇലക്ട്രോണിക് കൊമേഴ്സ് ഈസ് വേർ ബിസിനസ് ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് വയ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ്, എസ്പെഷ്യലി ദി ഇൻ്റർനെറ്റ്. ഓക്കെ, അതുപോലെ ടിമ്മേഴ്സ് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇലക്ട്രോണിക് കൊമേഴ്സ് ഈസ് അബൌട്ട് ഡൂയിങ് ബിസിനസ് ഇലക്ട്രോണിക്കലി. അതുപോലെ തന്നെ സവാസ് ഒരു ജേർണലൊക്കെ റൈറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, he defines e-commerce as the sharing of business information, maintaining business relationships and conducting business transactions by means of telecommunication network. ഓക്കെ, അപ്പം ഇതെല്ലാം വാലിഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഇപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രോഡക്ട്സ്, സർവീസസ്, ഇൻഫോർമേഷൻസ് എക്സെട്ര എന്താണ് ഓവർ ദി ഇൻ്റർനെറ്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇ കൊമേഴ്സ്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് ഈ ഒരു ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ബിക്കം പോസിബിൾ എന്താണ്? 1991 ആക്ച്വലി ഒരു ഇ കൊമേഴ്സ് പോസിബിൾ ആവുന്നത്. Okay, when the internet was open to commercial use, since that date large number of firms have taken up website to do business. Okay, അപ്പം എന്താണ്? ഇ കൊമേഴ്സ് പോസിബിൾ ആയത് 1991. ഓക്കെ, അതായത് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് അതായത് എല്ലാം പബ്ലിക്കായിട്ട് അവൈലബിൾ ആവുന്നത്, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കിട്ടുന്നത് 1991. ഓക്കെ, അതിൻ്റെ മുന്നേ നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഫസ്റ്റ് ആർപ്പാനെറ്റ് എന്നായിരുന്നു പറയുന്നത്. ഓക്കെ, ഈ ആർപ്പാനെറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട്, മിലിറ്ററിയിൽ എന്താണ് അവർക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനൊക്കെ ആയിരുന്നു ഈ ഒരു ആർപ്പാനെറ്റ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്തത്. ഓക്കെ, അഡ്വാൻസ് റിസർച്ച് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ആർപ്പാനെറ്റ് യൂസ് ചെയ്തത്, മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ അത് സയൻറ്റിഫിക് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഓക്കെ, പക്ഷേ പബ്ലിക്കലി അതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അത് അവൈലബിൾ ആയിരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഇ കൊമേഴ്സിൽ ഏറ്റവും ഫസ്റ്റ് വന്നത് EDI എന്നാണ്. ഈ EDI മീൻസ് ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച്. ഓക്കെ, EDI. ഓക്കെ, ഫസ്റ്റ് വന്നത് EDI ആയിരുന്നു. ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ആണ് EDI എന്ന് പറയുന്നത്. EDI is widely viewed as the beginning of e-commerce. E-commerce was made possible by the development of electronic data interchange, EDI. The exchange of business documents from one computer to another in a standard format. Okay, അപ്പോൾ EDI ആയിരുന്നു ഫസ്റ്റ് ഇ കൊമേഴ്സിൻ്റെ ബിഗിനിങ്. ആ സമയത്ത് യൂസ് ചെയ്തത് EDI ആയിരുന്നു, ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് ആയിരുന്നു. അതെന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ എന്താണ് ഒരു
എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ 2 കമ്പനികളുണ്ട്, അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ, അതായത് ബിസിനസ് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് എന്താണ് ആ ബിസിനസ് ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്തതായിരുന്നു എന്താണ് EDI. EDI എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡാണ്. ഇപ്പം നിങ്ങൾ നെറ്റ്വർക്സിലൊക്കെ OSI, ISO OSI പഠിച്ചിട്ടില്ലേ? ഓക്കെ ഇതെന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണ്. ഈ ഒരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഈ ISO OSI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ. ഓക്കെ അല്ലേ? OSI ലെയേഴ്സ് പഠിച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷൻ പ്രസൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ്, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് ഇൻ്റർനെറ്റിൽ. ഓക്കെ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് എന്ത് EDI എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ഡേറ്റ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്നത്. എന്തിനാണ്? കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സ്റ്റാൻഡേർഡാണ്. ഓക്കെ, EDI organized in the mid of 1960s. Okay, when companies in transportation and some retail industries were attempting to create paperless offices. Okay, അപ്പം ഈ EDI എന്ന് പറയുന്നത് എന്താണ്? പ്രൈവറ്റാണ്. അപ്പം ഇപ്പോൾ ഒരു 2 കമ്പനികൾ തമ്മിൽ ബിസിനസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ സെൻഡ് ചെയ്യണം. അപ്പോൾ എന്താണ്, അവർ ഈ EDI എന്ന് പറഞ്ഞ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പം ഈ EDI എന്ന് പറഞ്ഞിട്ടുള്ള ഈ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ വെൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളുടെ ഈ ഒരു കേസിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, BSNL, അതുപോലെ ജിയോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എയർടെൽ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ആദ്യം ഈ EDI നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വെൻഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പ്രൈവറ്റാണ്. ഓക്കെ, അപ്പം ഇതിൽ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ് ഭയങ്കര കോസ്റ്റാണ്. ഓക്കെ, പിന്നെ അത് നമ്മളെ ഇൻ്റർനെറ്റ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന മാതിരി ചീപ്പല്ലായിരുന്നു, നല്ല കോസ്റ്റ്ലി ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇപ്പം 2 കമ്പനീസിൽ ബിസിനസ് ഡോക്യുമെൻറ്റ്സ് പാസ് ചെയ്യണമെങ്കിൽ, സെൻഡ് ചെയ്യണമെങ്കിൽ ഏത് സെയിം വെൻഡേഴ്സ് തന്നെ ആയിരിക്കണം ഈ EDI നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് BSNL ഉണ്ട്, ജിയോ ഉണ്ട്. അപ്പം ഒരാൾ ജിയോ യൂസ് ചെയ്യുന്നു, ഒരാൾ BSNL യൂസ് ചെയ്യുന്നു. പക്ഷേ അവിടെ കമ്മ്യൂണിക്കേഷന് ഒരു പ്രോബ്ലവും വരുന്നില്ല. BSNLൻ്റെ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, മറ്റേത് ജിയോയുടെ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷനൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ ഈ EDI യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു, സെയിം വെൻഡേഴ്സിൻ്റെ തന്നെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ 2 കമ്പനികളും സെയിം വെൻഡേഴ്സിൻ്റെ തന്നെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്, നെറ്റ്വർക്ക് പ്രൊവൈഡറിൻ്റെ തന്നെയായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവില്ല. അതൊക്കെയായിരുന്നു EDIയുടെ ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇത് വന്ന സമയത്ത് കൊമേഴ്ഷ്യലി ഇപ്പം നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന മാതിരി അത്ര പബ്ലിക്കലി അവൈലബിൾ ആയിരുന്നില്ല. ബിസിനസ് ഡോക്യുമെൻറ്റ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു EDI യൂസ് ചെയ്തത്, പ്രൈവറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ് സെയിം വെൻഡേഴ്സിൻ്റെ തന്നെ ആയിരിക്കണം. അതാണ് ടെക്നോളജി വൈസ് നോക്കുന്ന സമയത്തും ഈ EDI അത്ര എന്താണ് ഇതായിരുന്നില്ല. ഓക്കെ, യൂസ്ഫുൾ ആയിരുന്നില്ല, കാരണം ഈ ഒരു പ്രോബ്ലം ഒക്കെയാണ്. ഓക്കെ, so in the mid of 1970s EDI was formalized by the accredited standards committee of industry representatives, and more varied companies began to adopt EDI through the 1970s and 1980s. Okay, as the first generation of e-commerce, EDI allowed companies to exchange information, place orders, and conduct electronic fund transfer through computers. Okay, അപ്പോൾ ഈ EDI allow ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനൊക്കെ? കമ്പനി ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ, അതുപോലെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫറൊക്കെ ഇലക്ട്രോണിക്കായിട്ട് കണ്ടക്ട് ചെയ്യാനൊക്കെ EDI യൂസ് ചെയ്തിട്ടുണ്ടോ? പക്ഷേ EDI ഹാസ് നെവർ ഗെയിൻ മച്ച് പോപ്പുലാരിറ്റി ഫോർ ഇ-കൊമേഴ്സ് ഫോർ സെവറൽ റീസൺസ്. എന്താണ്? ദി ഹ്യൂജ് എക്സ്പെൻസ് ഫോർ ഗെറ്റിംഗ് കണക്റ്റഡ് ടു ആൻ EDI നെറ്റ്വർക്ക് ആൻഡ് സം ടെക്നിക്കൽ പ്രോബ്ലംസ് ലിമിറ്റഡ് ദി പോപ്പുലാരിറ്റി ഓഫ് EDI. ഓക്കെ, അടുത്തത് ദി സെക്കൻഡ് ജനറേഷൻ of e-commerce is characterized by the transaction of goods and services through what? Internet. ഓക്കെ, അപ്പം ഫസ്റ്റ് ജനറേഷനിൽ EDI ആയിരുന്നു, പിന്നെ
സെക്കൻഡ് ജനറേഷൻ ആയപ്പം ഇൻ്റർനെറ്റ്. പക്ഷേ ഈ ഒരു സമയത്തും, അതായത് ആ ഒരു ഈ ഇൻ്റർനെറ്റ് വന്ന സമയത്തും എന്താണ് ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നില്ല, പ്രൈവറ്റ് ആയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. കണ്ടോ? അതായത് വെൻ ദി അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അതായത് ആർപ്പാനെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം അഡ്വാൻസ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രെഡിസസർ ഓഫ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്താണ് 1986 ഓക്കെ, അപ്പോൾ ഒന്ന് ആർപ്പാനെറ്റ്, വേറെ ഒന്ന് നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ, അതായത് NSF. അതെന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഏജൻസി ലോഞ്ച് NSF നെറ്റ്. ഓക്കെ, NSF നെറ്റ് എന്ന് പറയുന്നത് കൊണ്ടുവന്നു. ഓക്കെ, എന്താണ് വിത്ത് ദി പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മേജർ സൂപ്പർ കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് അക്രോസ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പം ഈ ഗവൺമെൻറ് എന്താ ഏജൻസീസ്. ഓക്കെ, അപ്പം ഗവൺമെൻറ് ഏജൻസീസിലും അതുപോലെ മിലിറ്ററി അതിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഓക്കെ, ആർപ്പാനെറ്റ് അതുപോലെ NSF നെറ്റ് ഓക്കെ എന്നൊക്കെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക് ബോൺ ആയിട്ട് പറയുന്നത് എന്താണ്? TCP/IP. ഓക്കെ, ബേസ്ഡ് ഓൺ ഇൻ്റർനെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു ആദ്യം ഈ ഒരു സംഭവം യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ എന്താണ് EDI. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റും സെക്കൻഡും ജനറേഷനൊക്കെയാണ് നമ്മളിത് പറഞ്ഞു വന്നത്. ഓക്കെ, പക്ഷേ ഇപ്പോഴും എന്താണ് അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് കിട്ടിയിരുന്നില്ല. ഓക്കെ, ബൈ ദി എൻഡ് ഓഫ് ദി 1980s ദി ഇൻ്റർനെറ്റ് ഹാഡ് സ്റ്റിൽ യൂസ്ഡ് ഫോർ, കണ്ടോ, അപ്പം 1980s എൻഡിലും എന്താണ് നോൺ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു, നോൺ കൊമേഴ്ഷ്യൽ പർപ്പസിനായിരുന്നു ഈ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്തത്. ആൻഡ് ഓൾ ഓഫ് ഇറ്റ്സ് നെറ്റ്വർക്ക് വർ ബേസ്ഡ് ഓൺ free use of NSF net backbone directly or indirectly. Okay, the primary users were still എന്താണ് സയൻറ്റിസ്റ്റും അപ്പോൾ engineers working for the government or for universities. അപ്പോൾ അവരൊക്കെ ആയിരുന്നു ആദ്യം എന്താണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം, അതായത് ഈ NSF നെറ്റ് ഒക്കെ അതുപോലെ ആർപ്പാനെറ്റ് ഇതൊക്കെ യൂസ് ചെയ്തത്. ഓക്കെ, as a matter of fact, academics or researchers were only capable of using the internet because a sophisticated understanding of computer science and high level of computer skills were necessary for internet use at that time. Okay, മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന പോലെ അത്ര ഈസി ആയിരുന്നില്ല ഇതൊക്കെ യൂസ് ചെയ്യാൻ. ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് അതിന് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഹൈ ലെവൽ ഓഫ് കമ്പ്യൂട്ടർ സ്കില്ലും വേണമായിരുന്നു. ഓക്കെ, അടുത്തത് എന്താണ്? ഇറ്റ് വാസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, എന്താണ് GUI എന്ന് പറഞ്ഞാൽ? ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പം നമ്മൾ ജിമെയിലിൽ നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുന്ന, അതിൽ നിങ്ങളുടെ നെയിം ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ബോക്സ് ഉണ്ടായിരിക്കും, ഓക്കെ, അഡ്രസ്സ്, ദെൻ ഒരു ടെക്സ്റ്റ് ബോക്സ്. അപ്പോൾ എന്താണ് അത് യൂസറിന് കൂടുതൽ ഈസിയായി മനസ്സിലാകുന്ന രീതിയിൽ, യൂസറിന് പെട്ടെന്ന് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതി, അവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു വെബ് പേജൊക്കെ വരുന്നത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് GUI എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ സി എന്ന് പറഞ്ഞാൽ കൺസോൾ ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബ്ലാക്ക് വിൻഡോ വരുന്നു, അതിൽ നിങ്ങളുടെ നെയിം അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യാൻ പറയുന്നു. അത് അത്രയും എന്താണ് യൂസർ ഫ്രണ്ട്ലി അല്ല. പക്ഷേ നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് അതൊക്കെ കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പം ഈ അങ്ങനെ ടെക്സ്റ്റ് ബോക്സും ബട്ടണൊക്കെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നേവിഗബിലിറ്റി ഓഫ് ദി വേൾഡ് വൈഡ് വെബ്. ഓക്കെ, വേൾഡ് വൈഡ് വെബ് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു സിസ്റ്റമാണ്, എല്ലാ വെബ് റിസോഴ്സസും സ്റ്റോർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിസോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ URL യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇൻ്റർനെറ്റിൻ്റെ നേച്ചറും അതിൻ്റെ യൂസും എന്ന് മാറ്റി. ഓക്കെ,
In the early 1990s, the creation of the hypertext markup language, നിങ്ങൾ പഠിച്ചതാണ് HTML എന്ന് പറയുന്നത്. ഓക്കെ, ഡിസൈനിങ്ങിനും കാര്യങ്ങൾക്കും വെബ് പേജസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. വിത്ത് സ്പെസിഫിക്കേഷൻ ഫോർ വാട്ട്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്, വെബ് അഡ്രസ്സാണ്. എന്തിനാണ് നമ്മൾ വെബ് റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, യൂണിവേഴ്സലി എന്താണ് അതിന് ആക്സസ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഹെൻസ് വിത്ത് ദി ഇൻക്രീസിങ് നമ്പർ ഓഫ് ഇൻ്റർനെറ്റ് യൂസേഴ്സ് ദി ഇൻ്റർനെറ്റ് ബിക്കം അട്രാക്റ്റീവ് ടു ദി ബിസിനസ് വേൾഡ്. ഓക്കെ, അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് വേൾഡിലേക്ക് ഇത് കടക്കുന്നത്. പെർഹാപ്സ് ദി മോസ്റ്റ് significant milestone, however, came in 1991 when NSFNet decided to remove commercial restriction on the use of network. ഓക്കെ, അപ്പോൾ NSFNet എന്ന് പറഞ്ഞിട്ടുള്ള അത് ഗവൺമെൻറ് ഏജൻസിക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്ത അതായിരുന്നു. അവരെന്ത് ചെയ്തു 1991 അത് ആ ഒരു റെസ്ട്രിക്ഷൻ റിമൂവ് ചെയ്തു. ഓക്കെ, ആൻഡ് ദെർബൈ ഓപ്പൺ ദി ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇ-കൊമേഴ്സ്. ഓക്കെ, അതിനെ അപ്പം കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നെറ്റ്വർക്ക് യൂസ് ചെയ്യാമെന്ന് വന്നു. ഓക്കെ, then Advanced Network and Services ANS established by IBM, MCI Communication Corp and Merit Network Inc. provided internet connection to commercial users without government interference. ഓക്കെ, മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത്രയും ഏജൻസീസൊക്കെ വന്നു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ആമസോൺ, eBay ഇതൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഹിസ്റ്ററി ഓഫ് ഇ-കൊമേഴ്സ് ഈസ് അൺതിങ്കബിൾ വിതൗട്ട് ആമസോൺ ആൻഡ് eBay, which were among the first internet companies to allow electronic transactions. ഓക്കെ, ഈ ഒരു കമ്പനീസാണ് ഫസ്റ്റ് ഈ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ പോസിബിൾ ആക്കിയത്. എന്തൊക്കെയാണ്? ആമസോണും eBayയും കൂടെ ആണ്. ഓക്കെ, പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ സ്മാർട്ട് ഫോൺ വന്നു. ഓക്കെ, മൊബൈൽ ഡിവൈസസ് ഹാവ് കോസ്റ്റ് ഷിഫ്റ്റഡ് ദി വേ ഓഫ് ഇ-കൊമേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഈ ഒരു ഇ-കൊമേഴ്സ് ഭയങ്കര പോപ്പുലറായിട്ട് വന്നത്. ഓക്കെ, മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ആയപ്പം, അതും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ആയപ്പോൾ ഇ-കൊമേഴ്സ് ഭയങ്കര പോപ്പുലറായി. സോഷ്യൽ മീഡിയ ഹാസ് ഓൾസോ ചേഞ്ച് നൗ കസ്റ്റമേഴ്സ് ഷോപ്പ് വിത്ത് ഇ-കൊമേഴ്സ് retailers. Social platform have made brand much more accessible to their customers. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കുറേ വരുന്നുണ്ട് ഓരോ പ്രോഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റും അതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ഇപ്പോൾ ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇ-കൊമേഴ്സ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ.